പ്രണയസഖി ഭാഗം 5. അവൻ ഉമ്മറത്ത് നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ്റെ സംസാരം കഴിഞ്ഞ് ചോദിക്കാമെന്ന് കരുതി അവൾ അവിടെ തന്നെ നിന്നു. സമയം കുറേയായിട്ടും അവൻ്റെ ഫോൺ കോൾ കഴിയുന്നില്ല. അവസാനം ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾ അവനെ വിളിച്ചു. അതെ. അവളുടെ ശബ്ദം കേട്ടതും അവൻ അവളെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവൻ്റെ നോട്ടം കണ്ടതും അവൾ എന്താണ് അവനോട് പറയാൻ വന്നത് എന്നത് കൂടി മറന്നുപോയി. എന്താ? അവൻ അവളോട് അല്പം കടുപ്പിച്ച് തന്നെ ചോദിച്ചു. അവൾ അവനോട് എന്തോ പറയാൻ വന്നതും മുറ്റത്തേക്ക് പെട്ടെന്നൊരു വണ്ടി വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. വണ്ടി വന്നതും അവൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അവൾ നോക്കുമ്പോൾ വണ്ടിയിൽ നിറയെ വീട്ടു സാധനങ്ങളാണ്. പാത്രങ്ങൾ, വാഷിംഗ് മെഷീൻ, മിക്സി, ഗ്യാസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ വണ്ടിക്ക് പിറകെ തന്നെ മറ്റൊരു വണ്ടിയും വന്നു. അതിൽ ഡൈനിങ് ടേബിളും അതിൻ്റെ കസേരകളും ഒക്കെ ആയിരുന്നു. ഇത്രയും സാധനങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങാൻ മാത്രം പണമൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ആവോ? അവൾ ചിന്തിച്ചു നിന്ന സമയം കൊണ്ട് വണ്ടിയിൽ വന്ന ആളുകൾ അതിലെ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാൻ തുടങ്ങി. അവൾ ഒരരികിലേക്ക് നീങ്ങി നിന്നു. അപ്പോഴേക്കും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവർ അകത്തേക്ക് എടുത്തു വെക്കാൻ തുടങ്ങി. 1 മണിക്കൂർ കൊണ്ട് അവർ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചു. വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുകയും ഗ്യാസ് സ്റ്റൗവിലേക്ക് ഫിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് അവർ പോയത്. അവർ പോയതും വീണ്ടും ഇരുവരും ആ വീട്ടിൽ ഒറ്റയ്ക്കായി. അവൾ അടുക്കളയിലേക്ക് നടന്നു. ഒരു പാത്രം അരിയെടുത്ത് പൊട്ടിച്ച് അത് ചോറുണ്ടാക്കാനായി അടുപ്പത്തേക്ക് വെച്ചു. കടലക്കറി ഉണ്ടാക്കാമെന്ന് കരുതി കടല കുറച്ച് വെള്ളത്തിലിട്ടു. ശേഷം കൊണ്ടുവന്നിരുന്ന ഓരോ സാധനങ്ങളും അടുക്കളയിൽ ഓരോ കബോർഡിലായി അടക്കി ഒതുക്കി വെക്കാൻ തുടങ്ങി. എല്ലാം അടക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അരി വെന്തു. ശേഷം കടല അടുപ്പത്തേക്ക് വെച്ചു. ആ സമയം കൊണ്ട് അടുക്കള മുഴുവൻ അവളൊന്ന് ഒതുക്കി പാകം ചേർത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. കടലക്കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ കുളിക്കാമെന്ന് കരുതി മുറിയിലേക്ക് വന്നു. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ്റെ മുറി അടഞ്ഞു കിടക്കുകയാണ്. അവൻ അതിനകത്തുണ്ടാകും എന്നവൾക്ക് തോന്നി. വാങ്ങിക്കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം സോഫയിൽ കവറുകളിലായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എടുത്തു നോക്കിയിട്ടില്ല. അവൾ അതെല്ലാം എടുത്തുകൊണ്ട് മുറിക്കകത്തേക്ക് നടന്നു. ഓരോ കവറും പതിയെ പൊട്ടിച്ചു നോക്കി. ഓരോ വസ്ത്രത്തിൻ്റെയും വില കാണുമ്പോൾ അവൾക്കാകെ ഒരു വല്ലായ്മയാണ് തോന്നിയത്. താൻ എടുത്ത ടോപ്പുകളും മറ്റുമൊക്കെ 200-300 രൂപയുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ 2000-3000 രൂപ വരെയുള്ള സാധനങ്ങൾ അവൻ വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് അതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തന്നെ എന്തോ പോലെയായി. എന്നിരുന്നാലും ഇതൊക്കെ ഇടുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവൾ അത് തന്നെ ഇടാമെന്ന് കരുതി. ഇന്നറുകൾ ഇരിക്കുന്ന കവറ് പൊട്ടിച്ചപ്പോൾ അവൾക്ക് കടയിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മ വന്നു. അത് ഓർക്കും തോറും അവൾക്കെന്തോ സ്വയം നാണക്കേട് തോന്നി. വാങ്ങിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് കബോർഡിൽ വെക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള കബോർഡിൻ്റെ കീ ഇല്ലാത്തത് കൊണ്ട് അവൾ അതൊക്കെ കവറിൽ തന്നെ സൂക്ഷിച്ച് അടക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് പിന്നെയും ഓരോന്നും ആലോചിച്ചിരുന്ന് സമയം കളയാതെ അവൾ അതിൽ നിന്നും ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളെടുത്ത് കുളിക്കാൻ കയറി വേഗം കുളിച്ചിറങ്ങി. അതിനുശേഷം വന്ന് ഭക്ഷണം കഴിക്കാനായി അവനെയും വിളിക്കാമെന്ന് കരുതിയിരുന്നു അവൾ. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ആളെങ്ങനെ പ്രതികരിക്കുമെന്നാവോ? അന്നേരം അവൾ മനസ്സിൽ ചിന്തിച്ചു. വിളിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഇതെല്ലാം അയാളുടെ കാശുകൊണ്ട് വാങ്ങിയ സാധനങ്ങളല്ലേ. മാത്രമല്ല ഇത്ര നേരമായിട്ടും ആളും ഒന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അവൾ അവനെ വിളിക്കാമെന്ന് തന്നെ കരുതി. അവൾ അവൻ്റെ മുറിയുടെ മുന്നിൽ വന്ന് വാതിലിൽ ഒന്ന് കൊട്ടി. 1-2 തവണ കൊട്ടിയിട്ടും അകത്തു നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല. വീണ്ടും കൊട്ടിയപ്പോൾ അവൻ വന്ന് മലർക്കെ വാതിൽ തുറന്നു. എന്താ? അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ഉയർന്നു. അവൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ പാതി ജീവൻ പോയി. പറയാൻ വന്ന കാര്യം അവനോട് തുറന്നു പറയാനാവാതെ തൊണ്ടക്കുഴിയിൽ വാക്കുകൾ കുടുങ്ങിപ്പോയ പോലൊരവസ്ഥ. ഭക്ഷണം കഴിക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാക്കുകൾ എണ്ണിപ്പിറക്കി എങ്ങനെയോ അവനോട് അവൾ പറഞ്ഞൊപ്പിച്ചു. എനിക്കിപ്പോൾ വേണ്ട. എടുത്തടിച്ച പോലെ അവൻ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവൾക്ക് മുന്നിൽ ആ വാതിൽ കൊട്ടിയടച്ചു. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും അവൾ ആകെ ഞെട്ടിപ്പോയി. താൻ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞത് അവളിൽ ചെറിയൊരു നോവുണർത്തി. അവളുടെ കണ്ണിൽ നിന്ന് മിഴിനീര് പൊടിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. വിളിക്കാൻ വരണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദേഷ്യക്കാരനാണെന്ന് അറിയാലോ. പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ വെറുതെ വിളിക്കാൻ പോയത്? അവളുടെ ഉള്ളിലെ വിഷമങ്ങൾ അകറ്റാൻ അവൾ സ്വയം ഓരോന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരുന്നു. സമയം 4 മണിയോടടുപ്പിച്ചായിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും വെള്ളമല്ലാതെ ഇരുവരും ഒന്നും കഴിച്ചിട്ടില്ല. അവൻ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് അവളുടെ മനസ്സ് അനുവദിക്കുകയുണ്ടായിരുന്നില്ല. അവൾ കസേരയിൽ ഇരുന്നു കൊണ്ട് ടേബിളിലേക്ക് തലവച്ചിരുന്നു. ഈ സമയവും അകത്തൊരുവൻ കട്ടിലിൽ വെറുതെ കിടക്കുകയായിരുന്നു. കണ്ണു തുറന്നുകൊണ്ട് കട്ടിലിൽ മലർക്കെ കിടക്കുകയാണവൻ. അവൻ്റെ ശരീരം മാത്രം അവിടെയുള്ളൂ. മനസ്സ് മറ്റേതോ ലോകത്തെന്നതുപോലെയാണ്.
എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ് അവൻ. ഇടയ്ക്കിടയ്ക്ക് ആലോചനകളിലേക്ക് ആണ്ടുപോകുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും തുള്ളി തുള്ളിയായി കണ്ണുനീർ ഇരുവശത്തേക്കും ഒഴുകിയിറങ്ങുന്നുണ്ട്. ആലോചനയിലായിരുന്നവനെ ഞെട്ടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്ന് നോക്കി സംശയിച്ച് ഫോൺ എടുത്തപ്പോൾ മിഥുനാണ്. മിഥുൻ വീണ്ടും വിളിച്ചപ്പോഴാണ് അവൻ രാവിലെ വിളിച്ച് അത്യാവശ്യമായിട്ടെന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച കാര്യം അവൻ ഓർക്കുന്നത്. പക്ഷേ രാവിലെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ വാശിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി. മിഥുൻ വിളിച്ചത് ഓർത്തതുമില്ല, അവൻ്റെ അടുത്തേക്ക് ചെന്നതുമില്ല. അവൻ സ്വയം തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്തു. ഹലോ, എടാ നീ എവിടെയാ? നിന്നോട് ഞാനൊന്ന് വരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? നിനക്കിതുവരെ വരാൻ പറ്റിയില്ലേ? എടാ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് അവൻ പറഞ്ഞ കാര്യം കേട്ട് മിഥുനാകെ ഞെട്ടി. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയിന്നോ? അവൻ അലസമായിട്ടൊന്ന് മൂളി. ഓ, കല്യാണമൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഭാര്യയുണ്ടല്ലോ. മിഥുൻ ശിവയെ ഒന്ന് ആക്കുന്ന രീതിയിൽ അവനെ കളിയാക്കും പോലെ പറഞ്ഞു. എടാ കോപ്പേ, മിണ്ടാതിരുന്നോ നീ? ദേ, വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മര്യാദക്ക് പറയാൻ നോക്ക്. ശിവ ചൂടായതും അപ്പുറത്ത് മിഥുനൊന്ന് സൈലൻ്റായി. നീ വാ, നേരിട്ട് കണ്ടിട്ട് പറയാം. ഇപ്പം എവിടെയുണ്ട്? ഞാൻ ക്ലബിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. അത് പറഞ്ഞ് അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് മുറി തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ്റെ മുറിവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ടേബിളിൽ തലവെച്ചിരിക്കുകയായിരുന്ന വർണ്ണ എഴുന്നേറ്റു. എന്നാൽ അവളെന്നൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ അവൻ വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ബൈക്കുമായിട്ട് ഒരൊറ്റ പോക്കായിരുന്നു. അവൻ പോയിന്ന് കണ്ടതും അവൾ വാതിലടച്ച് തിരിച്ച് അവളുടെ മുറിയിലേക്ക് വന്ന് കട്ടിലിൽ വെറുതെ അങ്ങനെ കിടന്നു. വണ്ടിയുമായി ചീറിപ്പാഞ്ഞു പോയി വേഗം തന്നെ അവൻ കൊണ്ടുവന്ന് ക്ലബിന് മുന്നിൽ നിർത്തി. അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ അകത്തു നിന്നുള്ള പാട്ടും ചിരിയും ഒക്കെ കേൾക്കാമായിരുന്നു. അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ക്യാരംസ് കളിക്കുകയാണ്. ഓരോരുത്തരും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് പാട്ട് പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കൂട്ടത്തിലൊരുത്തൻ ശിവ വന്നത് കാണുന്നത്. ദേ നോക്കടാ, നമ്മുടെ മണവാളൻ എത്തി, അവൻ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു. അവനത് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ഒറ്റയടിക്ക് ശിവയിലേക്ക് എത്തി നിന്നു. എല്ലാവരും അവനെ നോക്കി നിന്ന് ചിരിച്ചു. എന്നാൽ ശിവയുടെ ഗൗരവമേറിയ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നത് കണ്ടതും എല്ലാവരുടെയും ചിരി നിലച്ചു. മിഥുൻ എവിടെ? അവൻ എല്ലാവരോടുമായി ചോദിച്ചു. ശിവ അവിടെയുള്ള ആരുമായിട്ടും അധികം അങ്ങനെ അടുത്തിടപഴകാറില്ല. ആകെ മര്യാദയ്ക്കൊന്നും സംസാരിക്കുന്നത് മിഥുനോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിൽ എല്ലാവരും നിശബ്ദമായിരുന്നു. മിഥുൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു പുത്രനാണ്. അവൻ പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ്. അവൻ മുകളിലുണ്ട്. അത് കേട്ടതും ശിവ ക്ലബിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുകളിലേക്കുള്ള പടി കയറി. മുകളിൽ ലൈബ്രറിയാണ്. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു ഏതോ ബുക്ക് തിരഞ്ഞെന്ന പോലെ ലൈബ്രറി മുഴുവൻ അരിച്ചു പിറക്കുന്ന മിഥുനെ. ഡാ, ലൈബ്രറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ ശിവ അകത്തേക്ക് നോക്കി അവനെ വിളിച്ചു. ആ, നീ വന്നോ? വാ, അകത്തേക്ക് കയറ്. നീ ക്ലബിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ? ഞാൻ ഇത്ര നേരം ക്ലബിലുണ്ടായിരുന്നു, ക്യാരംസ് കളിച്ചിരിക്കുമായിരുന്നു. ദാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവളെവിടെ? ആര്? നിന്റെ ഭാര്യ? മിഥുൻ ചോദിച്ചപ്പോഴാണ് അവൻ പെട്ടെന്ന് അവളുടെ കാര്യം ഓർത്തത് തന്നെ. അവനൊന്ന് ഞെട്ടുന്നത് മിഥുൻ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു. അവള് വീട്ടിലുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പക്ഷേ അന്നേരം അവൻ്റെ കള്ളത്തരം നിറഞ്ഞ മുഖത്തേക്ക് മിഥുനൊന്ന് സൂക്ഷിച്ചു നോക്കി. മിഥുൻ്റെ നോട്ടത്തിൽ അവൻ്റെ പതർച്ച വ്യക്തമായി. മിഥുൻ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്താടാ? അവൾ നീ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അവൻ്റെ അടുത്ത ചോദ്യം എത്തി. അല്ലെങ്കിലും ശിവ ആരുടെയെങ്കിലും മുന്നിൽ ഒന്ന് മിണ്ടാതെ നിൽക്കണമെങ്കിൽ അത് മിഥുനായിരിക്കണം. കാരണം മിഥുനോട് അവന് വല്ലാത്തൊരു ഇഷ്ടമാണ്. അത് അവൾ ഉറക്കായിരുന്നു. മിഥുനിൽ നിന്ന് നോട്ടം മാറ്റി അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അത് പറയുമ്പോഴും മിഥുൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. വീട്ടിലേക്ക് എന്ത് സാധനമാണ് മോൻ വാങ്ങിയത്? അവൻ വീണ്ടും ചോദിച്ചു. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. നിനക്കെന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നതാണോ? അത് ഞാൻ പറയാം. ഞാൻ നിൻ്റെ ഇപ്പോഴത്തെ മൂഡൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. എന്നിട്ട് മനസ്സിലായോ? അത് ചോദിച്ച് അവൻ അകത്തുള്ള കസേരയിലേക്കിരുന്നു. ഉവ്വ, മനസ്സിലായി. അപ്പോൾ കുഴപ്പമില്ല. ഇനി എന്താന്ന് വെച്ചാൽ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്. ശിവ പറഞ്ഞതും മിഥുൻ അവനെ ഒന്ന് നോക്കി. നീ വർണ്ണയെ സ്നേഹിക്കുന്നുണ്ടോ ശിവ? ഇല്ല. അവൻ്റെ മറുപടി അപ്പം തന്നെ വന്നു. അവൻ്റെ മറുപടി കേട്ട് കഴിഞ്ഞതും മിഥുൻ അവനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം മറ്റെങ്ങോ ആണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാവും എന്നത് അവന് വ്യക്തമായിട്ട് തന്നെ അറിയാം. മിഥുൻ അവൻ്റെ മുന്നിലായി ഒരു കസേരയിട്ട് അതിലേക്ക് വന്നിരുന്നു. പിന്നെ നീ എന്തിനാ അവളെ വിവാഹം ചെയ്തത്? അത് നിനക്കറിയില്ലേ? ഇന്നലെ വരെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല.
മിഥുൻ്റെ വാക്കുകൾക്ക് അല്പം മൂർച്ചയേറി. ശിവ മിഥുനെ നോക്കി. അവൻ്റെ മുഖത്ത് ഒരുതരം കല്ലിച്ച ഭാവം. ശിവയുടെ ചുണ്ടിൽ പക്ഷേ ചിരിയാണ്. വർണ്ണ ദിവാകരൻ്റെ മകളല്ല. പിന്നെ നീ എന്തിനവളെ വിവാഹം ചെയ്തു? അവൾ ദിവാകരൻ്റെ മകൾ തന്നെയാണ്. വർണ്ണ ദിവാകരൻ, അയാളുടെ ദത്തുപുത്രി. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരുതരം പരിഹാസ ചിരി. ഇത് നിനക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊരു നാടകം നടത്തി നീ അവളെ വിവാഹം ചെയ്തത്? ആവശ്യമുണ്ട്, പക്ഷേ അതിപ്പോൾ അല്ല. എല്ലാം സമയാവട്ടെ, എന്നിട്ട് പറയാം. ശിവ, മിഥുൻ അവനെ വിളിച്ചു. അവളെ ദ്രോഹിക്കാനാണോ നിന്റെ പുറപ്പാട്? ആണെങ്കിൽ വേണ്ട ശിവ, ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടവൾ. ഇനി നീയായിട്ട് അതിനെ വെറുതെ വിഷമിപ്പിക്കരുത്. അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ശിവ, മിഥുൻ എഴുന്നേറ്റ് അവൻ്റെ തോളിൽ കൈവച്ചു. സ്ത്രീ അമ്മയാണ്, ദൈവമാണ്, അത് മറന്നു പോകരുത്. എൻ്റെ പൊന്നുവും ഒരു സ്ത്രീയല്ലായിരുന്നോ മിഥു? അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഇടർച്ച വരാതിരിക്കാൻ അവൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. കണ്ണുകൾ പെട്ടെന്നൊന്ന് കലങ്ങി. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല ശിവ, പക്ഷേ എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കണം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യണം, മിഥുൻ അവനോട് പറഞ്ഞു. ശിവ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിക്ക് പല അർത്ഥങ്ങളുണ്ടായിരുന്നു. എനിക്ക് ശരിയാണെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അവൻ്റെ വാക്കുകൾക്ക് അന്നേരം വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അല്ല, ഈ വിവരമൊക്കെ നിനക്കിപ്പോൾ എങ്ങനെ കിട്ടി? മിഥുനെ നോക്കി സംശയഭാവത്തിൽ ശിവ ചോദിച്ചു. ഞാൻ അവളുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള അധികം ആർക്കും ഇവരറിയില്ലെങ്കിലും 1-2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് വർണ്ണ ദിവാകരൻ്റെ മകളല്ലെന്ന്. അതാണ് ഇന്ന് രാവിലെ തന്നെ വിളിച്ച് നിന്നോട് ഈ കാര്യം പറയണമെന്ന് കരുതിയത്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി ഇങ്ങനെയൊരു കാര്യം നീ അറിയാതിരിക്കില്ലല്ലോ എന്ന്. മിഥുൻ അത് പറഞ്ഞതും ശിവയുടെ ചുണ്ടിലെ ചിരിയുടെ മാറ്റുകൂടി. എല്ലാം എനിക്കറിയാം. എല്ലാം വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാനത് നടപ്പിലാക്കുന്നത്, ശിവ ഉറപ്പോടെ തന്നെ പറഞ്ഞു. എങ്കിലും നീ പൊക്കോ. ഇനി ക്ലബിലിരുന്ന് വെറുതെ സമയം കളയണ്ട. വീട്ടിൽ അവൾ ഒറ്റയ്ക്കല്ലേ? മിഥുൻ പറഞ്ഞതും ശിവ അവനെ സംശയഭാവത്തിലൊന്ന് നോക്കി. കുറച്ചു നേരം ആയല്ലോ, നിനക്കെന്താ അവളോടൊരു സോഫ്റ്റ് കോർണർ? അവളൊരു പാവാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു പെണ്ണ് വന്നു എന്ന് കരുതി ശിവദേവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. ഞാനൊന്നും പറയുന്നില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.